കടുത്തുരുത്തിയിലും കാലുവാരിയ CPM കോട്ടയത്തും വോട്ട് മറിച്ചു. കേരള കോൺഗ്രസ് എമ്മിന്റെ അടുത്ത നീക്കം എന്താണ്? ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ തോമസ് ചാഴിക്കാടനെ LDFിലെ 2 പ്രമുഖ പാർട്ടികൾ കാലുവാരിയതായി പറയപ്പെടുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിലുണ്ടായ അതേ അവസ്ഥ കോട്ടയത്തും ഉണ്ടാകുമോ എന്നാണ് കേരള കോൺഗ്രസ് എം ഭയപ്പെടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിലെ മുഖ്യ കക്ഷികളായ CPM, CPI എന്നീ പാർട്ടികളിലെ ഒരു വിഭാഗം കാലുവാരിയതാണ് ജോസ് കെ മാണിയുടെ പാലായിലെ പരാജയത്തിന്റെ മുഖ്യ കാരണമെന്നത് പകൽ പോലെ വ്യക്തമാണ്. കേരള കോൺഗ്രസ് എം UDFിലായിരുന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ചെയ്തിരുന്ന അതേ പണി തന്നെയാണ് ഇവിടെ ഇപ്പോൾ LDFിലെ ഘടക കക്ഷികൾ കേരള കോൺഗ്രസ് എമ്മിനോട് ചെയ്യുന്നതും. ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDFിലെ മുഖ്യ കക്ഷികൾ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനെ കാലുവാരിയതായിട്ടാണ് പൊതുവെയുള്ള ജനസംസാരം. CPM, CPI എന്നീ പാർട്ടികളുടെ മുഖ്യ വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ തുഷാർ വെള്ളാപ്പള്ളിക്ക് ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. LDFിലെ ഈഴവ വോട്ടുകൾ മാത്രമല്ല UDFിലെ ഈഴവ വോട്ടുകളും തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചതായിട്ടാണ് പൊതുവെയുള്ള നിഗമനം. ഈഴവ സമുദായത്തിന്റെ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായാൽ കോട്ടയത്തെ ജയപരാജയങ്ങളെ ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. പഴയ കാലങ്ങളിൽ ഒരു പറച്ചിലുണ്ടായിരുന്ന CPMന്റെ വോട്ടുകൾ എങ്ങോട്ടും മറിയുകയില്ല, കൂടെ നിൽക്കുന്നവരെ ചതുക്കുകയില്ലാത്ത പാർട്ടിയാണ് CPM എന്നൊക്കെ. എന്നാൽ ഇന്ന് അതിന് മാറ്റം വന്നതായി പറയപ്പെടുന്നു. എന്തായാലും ജൂൺ 4-ാം തീയതി വരെ കാത്തിരിക്കാം ആരെ കാലുവാരി അല്ലെങ്കിൽ കൂടെ നിന്നു എന്നറിയാൻ. തോമസ് ചാഴിക്കാടനെ കാലുവാരി തോൽപ്പിച്ചാൽ കേരള കോൺഗ്രസ് എമ്മിന് MP ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ജൂലൈ 1 ജോസ് കെ മാണിയുടെ രാജ്യസഭയിലെ കാലാവധി അവസാനിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. 3 ഒഴിവുകളിൽ 2 എണ്ണം മാത്രമേ LDFിന് ലഭിക്കുകയുള്ളൂ. ഒരെണ്ണം UDFിനുള്ളതാണ്. LDFിന്റെ സീറ്റുകൾ CPM, CPI എന്നീ പാർട്ടികൾ എടുക്കാനാണ് സാധ്യത. അപ്പോൾ പിന്നെ കേരള കോൺഗ്രസ് എമ്മിന് MP ഇല്ലാതാവുക മാത്രമല്ല, ജോസ് കെ മാണിക്ക് പാർട്ടി ചെയർമാൻ എന്ന പദവി കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരും. കേരള കോൺഗ്രസ് എമ്മിന്റെ LDFിലെ ഹണിമൂൺ കാലം കഴിഞ്ഞുപോയി. ഇനി ദുർഘടം പിടിച്ച കാലമായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഈ ഒരു അവസ്ഥയിൽ കേരള കോൺഗ്രസ് എം ഇനി മറ്റൊരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുമോ എന്നറിയാനായിരിക്കും കേരളത്തിലെ ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്.